മൂന്നാലാളൊന്നും വേണ്ട ഈ പണിക്ക്. ആ ഒരാൾ തന്നെ ധാരാളാ. അതെ അതെ അതെ. കാർബൺ കട്ട കത്തുന്നുണ്ടോ, ഫോക്കസ് പോയോ എന്നൊന്നും നോക്കണ്ട. ഇവറ്റകളൊക്കെ വളർന്ന് വലുതായി സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തരായപ്പോൾ തന്തയും തള്ളയും പോലും വേണ്ട. അവിടേക്ക് അങ്ങനെ തുറച്ചു നോക്കി നിൽക്കരുത്. ഈ ഇരുണ്ട കുടുസുമുറിയിൽ നമ്മൾ തനിച്ചാണെന്ന് അവർക്കറിയാം. ആർക്ക്? അവർക്ക് അവർക്ക് എത്രയോ കാലമായി ഈ ഇരുണ്ട വെളിച്ചത്തിൽ ഞാൻ ലോകം കാണുന്നു. എനിക്കറിയാം മനുഷ്യർ ആരാണെന്ന്, മനുഷ്യ ജീവിതം കഴിഞ്ഞ് അപ്പുറം പോയവർ ആരാണെന്ന്. എന്നുവെച്ചാ പ്രേതങ്ങളാ? നായകളും കുറുനരികളും അലറുന്നതും മുരളുന്നതും. അതായിരുന്നോ സാറേ? ഞാനങ്ങാകെ പേടിച്ചു പോയി. ഇന്ന് റിലീസ് കൂടെ അല്ലേ, ഫാൻസ് പിള്ളേർ കയറി ഇങ്ങനെ ഇറങ്ങത്തില്ലേ? പണ്ടൊക്കെ നമ്മുടെ തുരുത്തിലെ പിള്ളേർ ഓരോ തിയേറ്ററിൽ പോയി കാണിച്ചു കൊടുക്കുന്ന ബഹളം വെച്ച് നോക്കി ഇതൊന്നും ഒന്നുമല്ല. അന്ന് നമ്മുടെ തുരുത്തിൽ അന്ത്രപ്പേർ എന്ന് പറഞ്ഞൊരു അപ്പാപ്പനുണ്ടായിരുന്നു. പുള്ളി സകലമാന കിളികളുടെയും മീനുകളുടെയും ശബ്ദം അടിപൊളിയായിട്ടുണ്ടാക്കും. കടലാമ, കടൽക്കൊക്ക്, തിമിംഗലം. അന്നൊക്കെ ഫിലിം റെപ്രസെൻറ്റേറ്റീവ്മാരെ കുറച്ച് കാശ് കൊടുത്താൽ അങ്ങനെ എതിർ കമ്പനിക്കാരുടെ പടം ഓടുന്ന തിയേറ്ററിൽ പോയിട്ട് മിമിക്രി കാണിച്ച് ആകെ നാശകോശമാക്കും. വെണ്ടുരുത്തിയിലെ നേവിക്കാർ നാട്ടുകാരെ തിയേറ്ററിൽ കയറ്റാത്തത് ഈ അപ്പാപ്പൻ കാരണമാണെന്നാണ് ഉമ്മച്ചി പറയാറ്. എന്താ? പുതിയ പുതിയ പടങ്ങൾ എന്തിനാ വെള്ളിയാഴ്ച റിലീസാവുന്നേ? പറ. വെള്ളിയാഴ്ച രാത്രി മാത്രം പുറത്തിറങ്ങുന്ന ആ ജന്മങ്ങളില്ലേ, അവർക്ക് വന്ന് ചൂടോടെ കാണാനാ. മനുഷ്യനെ മരിക്കൂ. അവരുടെ ആഗ്രഹങ്ങളും തൃഷ്ണകളും അതെപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പുറത്തെ ലോകം, ഇപ്പുറത്തെ ലോകം എന്നൊന്നും ആഗ്രഹങ്ങൾക്കില്ല. സാർ എന്നാ ഞാൻ പൊക്കോട്ടെ, ഒന്ന് മൂത്രം ഒഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്.